ഏതാ? അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവര്, അല്ലാഹ് കത്തിച്ചലിക്കുന്ന നരകമുണ്ടല്ലോ, തരല്ലേ അല്ലാഹ്, കാവല് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരോട് പറയുകയാ. ഈ പറയുന്ന ഹദീസ് വല്ലാതെ അത്ഭുതപ്പെട്ട ഹദീസോ, ഒരുപാട് പേർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മാറ്റമുണ്ടായ ഹദീസാ. ഏതെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മൻ ഖബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റം മിനന്നാർ. ആരെങ്കിലും ഒരാൾ ഉമ്മാക്ക് മുത്തം കൊടുത്താൽ ഉമ്മയുടെ നെറ്റിത്തടത്തില്, ഉമ്മയുടെ കവിൾ ഭാഗത്ത്, ഉമ്മയുടെ ചുണ്ടിന്റെ ഭാഗത്ത്, ഉമ്മയുടെ കവിൾ ഭാഗത്ത്, ഉമ്മയുടെ മുഖത്തിന്റെ ഭാഗത്ത് ആരെങ്കിലും ഒരാൾ മുത്തം കൊടുത്താൽ കാന ലഹു സിത്റം മിനന്നാർ, നരകത്തിൽ നിന്ന് കാവലാ, നരകത്തിൽ നിന്ന് കാവലാ. അതുകൊണ്ട് മുത്തം കൊടുത്തോ ചെറുപ്പക്കാരാ, മുത്തം കൊടുത്തോ ചെറുപ്പക്കാരാ. എന്നാൽ നരകത്തിൽ നിന്ന് അള്ളയുണ്ടല്ലോ കാക്കുന്നതാ. സൗഭാഗ്യം തരണേ അല്ലോ, സൗഭാഗ്യം തരണേ അല്ലോ. മൻ ഖബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റം മിനന്നാർ. ഉമ്മയുടെയും ഉമ്മയുടെ കണ്ണിന്റെ മുകൾ ഭാഗത്ത് മുത്തം കൊടുത്താൽ അത് നരകത്തിൽ നിന്ന് കാവലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഉമ്മാക്ക് മുത്തം കൊടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിയപ്പ. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറച്ച് പേര് പൊക്കിയിട്ടില്ല, അള്ളാഹു കൊടുക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഭാര്യക്ക് മുത്തം കൊടുത്തവരുണ്ടോന്ന് പൊക്കണ്ട. ഭാര്യക്ക് മുത്തം കൊടുത്തവരുണ്ടോന്ന് ചോദിച്ചാൽ പലരും ഉണ്ടാകും. ഉമ്മാക്ക് മുത്തം കൊടുത്തവരുണ്ടോന്ന് ചോദിച്ചാൽ കുറവാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ പറയാ, ആദ്യം മുത്തം കൊടുക്കേണ്ടത് ആർക്കാ? ഉമ്മാക്ക. എന്നൊരു കൂട്ടുകാരുണ്ട്, ജയ്സൽ എന്ന പേര്. അള്ളാഹുവെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ. എനിക്ക് ഏകദേശം ഞാൻ ആ ചാലിയത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഭക്ഷണം തന്ന ഉമ്മ, എനിക്ക് ഒരുപാട് വസ്ത്രം അലക്കി തന്ന ഉമ്മ ഇന്ന് ഖബറിൽ പടച്ചവനെ. ഈ വഅദിന്റെ പ്രതിഫലം ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മക്ക് 6 മക്കളുണ്ട്, 6 മക്കള്. അതിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 4 ആൺമക്കളും അവര് നാട്ടിലുള്ളപ്പോ അവരുടെ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്ത് അവരെവിടെയും പോകില്ല. അതാ സ്നേഹം എന്ന് പറയണേ. മിക്ക ദിവസവും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആ ചാലിയത്ത് ചെല്ലണ ദിവസം എന്നെയും വിളിച്ചോണ്ട് ആ സഹോദരൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ ചാരെ പോയിട്ട് ആ ഖബറിന്റെ മുകളിൽ ഒന്ന് കൈവച്ച് ഇങ്ങനെ തടവുന്നത് കാണാം. ഞാൻ ചോദിച്ചു, എന്തിനൊക്കെ ഇങ്ങനെ തടവണേ? ഉസ്താദേ, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എന്റെ ഉമ്മയുടെ തലയിൽ ഒരുപാട് തലോടിയതാ ഉസ്താദേ. എന്റെ ഉമ്മച്ച ഈ ഖബറിൽ കിടക്കുന്നുണ്ടല്ലോ ഉസ്താദേ, ഞാൻ ഈ ഖബറിൽ തടവുമ്പോ എന്റെ ഉമ്മയുടെ തലയിൽ തലോടലല്ലേ ഉസ്താദേ എന്നൊരു സാധുവായ സഹോദരൻ പറയുമ്പോ പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം വാങ്ങിച്ചാൽ അവർ ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 3 കാര്യങ്ങൾ ചെയ്യൂലേ? ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് ഒച്ചേ പറയാ. ഇപ്പൊ എനിക്കാണോ ക്ഷീണം, നിങ്ങൾക്കാണോ ക്ഷീണം? ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. ഒന്നേതാ? ഖുർആൻ ഓതുന്നവര്. രണ്ടേതാ? മൂന്നേതാ? മരിച്ചാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്, സന്തോഷായി. 4 അവസാനം ഇതും കൂടി പറഞ്ഞിട്ട് സമയം ഉണ്ടാവില്ലേ? കമ്മിറ്റിക്കാര് കുഴപ്പമൊന്നുമില്ലല്ലോ, പൈസ പിരിക്കാപ്പോ വിഷയമൊന്നും ഇൻഷാ അല്ലാഹ്. ഒരു തരൂലേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. 3 4. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ കുടുംബജീവിതം ആരംഭിക്കാൻ ഇരിക്കുന്നവർ എന്ത് ചെയ്യണം? അവരെ തൗബ ചെയ്തിട്ട് അവരുടെ പൊരുത്തം വാങ്ങിച്ചോണം ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ ബാംഗ്ലൂരും നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെ ഈ മംഗലാപുരം ഭാഗത്ത് ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് പഠിക്കാൻ പോകുന്നുണ്ട്. ഒരുപാട് സഹോദരിമാര് പഠിക്കാൻ. ഞാൻ ഇവിടെ ചിലപ്പോൾ വഅദ് പറഞ്ഞിട്ടുണ്ടാവും ഉസ്താദൊക്കെ. ഞങ്ങളെ കുറച്ച് ഉസ്താദന്മാർ, വഅദ് പറഞ്ഞ ഉസ്താദന്മാരെല്ലാം കൂടി ഒരു ദിവസം കർണാടക ഭാഗത്ത് വഅദ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാം. ഞാൻ മലപ്പുറം ഭാഗത്തേക്ക് പോവാം. ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, മുസ്ലിം യുവതിയാ, എന്റെ പ്രിയപ്പെട്ടവർ യൂണിഫോം ഒക്കെ ധരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ട്രെയിനിന്റെ അകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. മഫ്തയൊക്കെ ഉണ്ട്, ഈ ഒട്ടകത്തിന്റെ കൂന് പൊങ്ങിയതുപോലെ ഓളുടെ പുറകെ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. ഈ പുതിയ മഫ്തയാണ്, മോഡൽ മഫ്തയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ട്രെയിൻ ഇങ്ങനെ നീങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ യൂണിഫോം ധരിച്ചിട്ട് ഓളുടെ സൈഡിൽ വന്ന് ഇങ്ങനെ ഇരിക്കാം.
ട്രെയിൻ ഇങ്ങനെ നീങ്ങിയപ്പോ പിന്നെ ട്രെയിൻ മാറി, പിന്നെ അത് ഓരോ ബെഡ്റൂമാണ്. പിന്നെ ഓരെന്ത് ചെയ്യുന്നത്, അവരെ JCB ലിവർ എടുക്കുന്നത് വരെ ഇവന്റെ കൈ ഇങ്ങനെ എടുത്തിട്ട് അവിടെ മാന്തുന്നു. പെണ്ണിന് നല്ല ചൊറിച്ചില്ല, അവിടെ ചൊറിഞ്ഞു കൊടുക്കണ്, ഇവിടെ ചൊറിഞ്ഞു കൊടുക്കണ്, അവിടെ മാന്തുന്നു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിരിക്കുന്ന ഉസ്താദ് പറഞ്ഞു, മോളെ പപ്പരയ്ക്ക വല്ല മേടിച്ച് കഴിക്കും, ചൊറിച്ചിൽ മാറും. അങ്ങനെ ഈ ചങ്ങാതി എന്ത് ചെയ്തു, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ മുത്തം കൊടുക്കണു, ഇവിടെ മുത്തം കൊടുക്കണം. നോക്കി നിങ്ങൾ മംഗലാപുരത്ത് പഠിക്കാൻ പോയതാ, വാപ്പാനും ഉമ്മാനെയും പറ്റിച്ചിട്ട് ജീവിതം ആരംഭിക്കാനിരിക്കുന്നവർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അല്ലേ. ഞാൻ ഒരിക്കലും ആ പെൺകുട്ടിയെ കുറ്റം പറയില്ല, ഒരിക്കലും ചെറുപ്പക്കാരനെ കുറ്റം പറയില്ല. ആ പെൺകുട്ടിയെ കെട്ടുന്നവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആക്രി കിടന്ന് സാധനം വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ല. ഇപ്പൊ ചില ചങ്ങാതിമാര് പെൺകുട്ടികളെ പ്രേമിക്കും, മുതലാക്കും, ഉപയോഗപ്പെടുത്തും, എന്നിട്ട് എന്ത് ചെയ്യും, വിട്ടുകൊടുക്കും. കെട്ടുന്നവന്റെ അവസ്ഥ നോക്കിയേ. OLX സാധനം വാങ്ങിച്ചവന്റെ അവസ്ഥ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ വാപ്പയുടെ ഉമ്മയുടെ പൊരുത്തം എന്ത് ചെയ്യണം, എപ്പോഴും നമുക്ക് വേണം. നാലും കൂടെ ചെയ്യൂലേ? പൈസ തരൂലേ? ഇൻഷാ അല്ലാഹ് അല്ലേ. ഇവിടുത്തെ പാവപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് ഒരുപാട് കഴിഞ്ഞ കൊല്ലം പെൺകുട്ടികളെ അല്ലെ, ഇപ്രാവശ്യം തന്നെയായിരുന്നു നമുക്കൊരു സ്ഥലം വാങ്ങണം അല്ലെ, പള്ളിക്ക് സ്ഥലം വാങ്ങണം. നിങ്ങൾ മദ്രസയ്ക്ക് ഇൻഷാ അല്ലാഹ് പള്ളിയായിട്ട് എന്നെ ബന്ധപ്പെടുത്താം. അല്ലാഹുവിനെ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പള്ളിയാണ്. കാരണം എന്തേ, ആ പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ ഇബാദത്ത് നടക്കണേ. അൽഹംദുലില്ലാഹ് അതിനോട് ബന്ധപ്പെടുത്തിയ ഒരു മദ്രസ അൽഹംദുലില്ലാഹ് ഒരു 5 സെന്റ് സ്ഥലം ഇൻഷാ അല്ലാഹ് നമുക്ക് വാങ്ങണം. അല്ലാഹുവേ ഈ സദസ്സ് കൊണ്ട് നേടാൻ ഈ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. 4 ഒരു ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലൂടെ വന്നോ? ചെന്നില്ലേ? ബക്കറ്റ് വന്നില്ലേ? അത് അതിലേക്ക് പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈവക്കിയപ്പോ പോട്ടെ. നിങ്ങൾ ഇട്ടിരുന്നതിന് കുഴപ്പമില്ല, സ്വർണ്ണം ഊരാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ മുമ്പിലൂടെ ബക്കറ്റ് വന്നപ്പോ അതിലേക്ക് പൈസ ഇട്ടവര് അൽഹംദുലില്ലാഹ്. കേട്ടോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 4ാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്താൽ, ആരെങ്കിലും ഒരാൾ ദാനധർമ്മം ചെയ്താൽ, ആരെങ്കിലും ഒരാൾ പാവങ്ങളെ സഹായിച്ചാൽ, ആരെങ്കിലും ഒരാൾ പള്ളി പണിത് കൊടുത്താൽ, ആരെങ്കിലും ഒരാൾ മദ്രസ പണിയാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ, ഇസ്സത്തോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, സദഖ കൊടുത്തോ, ദാനധർമ്മം ചെയ്തോ, പള്ളിക്ക് പൈസ കൊടുത്തോ, മുത്തഅല്ലിമീങ്ങളെ സഹായിച്ചോ, ഖുർആനിന്റെ അഹ്ലുകാരെ സ്നേഹിച്ചോ, സദഖ കൊടുത്തോ. മനോഹരമാകുന്ന സദസ്സിലേക്ക് കടന്നു വന്നപ്പോ പള്ളിയിലെ പരിപാലകര്, ഈ കമ്മിറ്റിക്കാര് എന്നോട് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞതാ, ഉസ്താദേ മദ്രസ കെട്ടണമല്ലോ, ഇൽമു പഠിപ്പിക്കാൻ മദ്രസ കെട്ടണമല്ലോ, അതിന് സൗകര്യം വേണമല്ലോ, ഒരു സ്ഥലം വാങ്ങണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സാധുക്കളെന്റെ പ്രിയമുള്ളവര് സങ്കടങ്ങൾ പറയുമ്പോ, വിഷമങ്ങൾ പറയുമ്പോ അതിലേക്ക് പൈസ കൊടുക്കുന്നവര്, അതിലേക്ക് സമ്പത്ത് കൊടുക്കുന്നവര്, അതിലേക്ക് മോതിരം കൊടുക്കുന്നവര്, അതിലേക്ക് സ്വർണം കൊടുക്കുന്നവര് അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. ഒരു ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ടതാ. കരയുന്ന ചരിത്രമാ, വിഷമിക്കുന്ന ചരിത്രമാ. നാദാ ദാരിദ്ര്യം തരല്ലേ അല്ലോ, പട്ടിണി തരല്ലേ അല്ലോ, ആഫിയത്ത് തരണേ അല്ലോ. ഒരാളുടെ മുമ്പിലേക്ക് കൈ നീട്ടേണ്ട ഒരു ഗതികേട് നീ വരുത്തല്ലേ റബ്ബേ, വരുത്തല്ലേ റബ്ബേ, വരുത്തല്ലേ റബ്ബേ. ഒരു യാചകനതാ കടന്നു വരികയാ, റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, വശക്കുന്നു നബിയേ, സങ്കടമാണ് നബിയേ, ദാരിദ്ര്യമാണ് നബിയേ, കഴിക്കാൻ ഭക്ഷണം തരുമോ, കുടിക്കാൻ വെള്ളം തരുമോ, കഴിക്കാൻ പഴങ്ങൾ തരുമോ? റസൂലുള്ളാഹി എന്റെ പ്രിയമുള്ളവരെ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആയിഷ ബീവി അതാ പറയുകയാ, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, യാ ഹബീബല്ലാഹ്, ദാരിദ്ര്യമോ സങ്കടമോ
ആദരവാകുന്ന പ്രവാചകൻ എന്റെ പ്രിയമുള്ളവര് കൈവിടുന്നില്ല, റസൂലുള്ള കൈവിടുന്നില്ല. റസൂലുള്ള പറയുകയാ, ആ കാണുന്ന വീടുണ്ടല്ലോ, ആരുടെ വീടോ? ഫാത്തിമയുടെ വീടോ. അവിടെ ചെന്നുകൊണ്ട് പട്ടിണി പറഞ്ഞാൽ, ഭക്ഷണമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാത്തിമയുണ്ടല്ലോ ഭക്ഷണം തരുന്നതോ. യാചകനതാ കടന്നു ചെല്ലുകയാ റസൂലുള്ളാഹിയുടെ പൊന്നുമോളുടെ ചാരത്തേക്ക്. യാചകനന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ. റസൂലുള്ളാഹി പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു കഴിയുമ്പോ ഫാത്തിമ എന്റെ പ്രിയമുള്ളവരെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടതാ പാത്രങ്ങൾ പരതുകയാ. മഅദല്ലോ, ഭക്ഷണമില്ലോ, പഴങ്ങളില്ലോ, വെള്ളമില്ലോ, കാരക്കയില്ലോ, മാംസമില്ലോ, റൊട്ടിയില്ലോ. ഫാത്തിമ ബീവി എന്റെ പ്രിയമുള്ളവരെ കരയുകയാ. ഹസനും ഹുസൈനും ഉണ്ടല്ലോ, പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, പടച്ചവരെ കൈകളിലേക്ക് എടുക്കുകയാ. എന്നിട്ടതാ യാചകന്റെ കൈകളിലേക്ക് ഫാത്തിമ എന്റെ പ്രിയമുള്ളവരെ കൊടുക്കുമ്പോ യാചകനതാ പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ പുതപ്പുണ്ടല്ലോ, എനിക്ക് വേണ്ട, എനിക്കുണ്ടല്ലോ, ഭക്ഷണം തരുമോ? ഫാത്തിമ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ മുസല്ല വിരിക്കുകയാ, പടച്ചവനെ വുളൂ ചെയ്യുകയാ. എന്നിട്ടതോ സുജൂദിലെ കിടന്നുകൊണ്ട് കരയുകയാ. അല്ലാഹ്, റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയാണ് ദുആ ചെയ്യുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു വിട്ടിട്ട് ഈ ഫാത്തിമയുടെ വീടിന്റെ മുമ്പില് ഒരു യാചകനുണ്ടല്ലോ കടന്നു വന്നു. അല്ലാഹ്, ഫാത്തിമയ്ക്ക് കൊടുക്കാൻ ഭക്ഷണമുണ്ടല്ലോ എന്റെ കയ്യില് ഇല്ല. അല്ലാഹ്, പടച്ചവനെ കരയുകയാ, പടച്ചവനെ നൊമ്പരപ്പെടുകയാ. കണ്ണുനീര് ദ്വാരധാരയായി കടന്നു വരുമ്പോ, ഭൂമിയിലേക്ക് പതിക്കുമ്പോ ഒരശരീരി കടന്നു വരികയാ. കരയല്ലേ ഫാത്തിമ, സങ്കടപ്പെടല്ലേ ഫാത്തിമ, വിഷമിക്കല്ലേ ഫാത്തിമ. വസ്ത്രങ്ങൾ ശേഖരിച്ചിരിക്കുന്ന അലമാരയുണ്ടല്ലോ, അലമാരയുടെ ഭാഗത്ത് ഒരു മനോഹരമാകുന്ന സമ്മാനം നിനക്ക് വേണ്ടിയിട്ട് തയ്യാറുണ്ടേ. ഫാത്തിമയതാ എണ്ണീക്കുകയാ. പടച്ചവനെ കണ്ണു തുടക്കുകയാ. പടച്ചവനെ വസ്ത്രങ്ങൾ ശേഖരിച്ചിരിക്കുന്ന അലമാരയുടെ ഭാഗത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് വസ്ത്രങ്ങൾ മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പൊതി ഇങ്ങനെ കൈകളിലേക്ക് ലഭിക്കുകയാ. അതിങ്ങനെ തുറക്കുകയാ. അത് തുറക്കുമ്പോ ഒരു മാല എന്റെ പ്രിയപ്പെട്ടവരെ കൈകളിലേക്ക് ലഭിക്കുകയോ. അതിലിങ്ങനെ ചുംബനം കൊടുത്തുകൊണ്ട് പറയുകയാ, നാദാ പരീക്ഷിക്കല്ലേ അല്ലോ, പരീക്ഷിക്കല്ലേ അല്ലോ. യാചകന്റെ കൈകളിലേക്ക് മാല കൊടുക്കുകയാ. ഇലാ ഹദ്റത്തി റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് യാചകന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ. റസൂലുള്ള ചോദിക്കുകയാ, ഫാത്തിമ ഭക്ഷണം തന്നോ? ഫാത്തിമ വെള്ളം തന്നോ? ഫാത്തിമ പഴങ്ങൾ തന്നോ? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ യാചകനതാ പറയുകയാ, ഇല്ല നബിയേ, ഇല്ല റസൂലേ, ഭക്ഷണം തന്നില്ല നബിയേ, കുടിക്കാൻ വെള്ളം തന്നില്ല നബിയേ. അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമ എനിക്കൊരു മാല തന്നു നബിയേ, എനിക്കൊരു മാല തന്നു നബിയേ, എനിക്കൊരു മാല തന്നു നബിയേ. ആ മാല എനിക്ക് റസൂലുള്ളാഹിയുടെ പൊന്നുമോള് തന്നപ്പോ ഫാത്തിമ കരഞ്ഞു നബിയേ, ഫാത്തിമ സങ്കടപ്പെട്ടു നബിയേ, ഫാത്തിമ വല്ലാതെ ഏങ്ങലടിച്ചു കരഞ്ഞു നബിയേ. റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, മാലയൊന്ന് എന്റെ കയ്യിലേക്ക് തരുമോ? കയ്യിലിരിക്കുന്ന മാലയൊന്ന് കാണിച്ചു തരുമോ? യാചകൻ ആ മാല എടുത്തുകൊണ്ട് റസൂലുള്ളാഹിക്ക് കൊടുക്കുമ്പോ റസൂലുള്ളാഹി മാല ഇങ്ങനെ ചുണ്ടിലേക്ക് ചേർത്തു പിടിക്കുകയാ, കണ്ണിന്റെ മുകളിലേക്ക് ചേർത്തു പിടിക്കുകയാ. ചുണ്ടിലേക്ക് ഇങ്ങനെ ചേർത്തു പിടിച്ചുകൊണ്ട് കൊതിതീരാതെ മുത്തം കൊടുക്കുമ്പോ ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ റസൂലുള്ളാഹി കരയുകയാ. റസൂലുള്ളാഹി വല്ലാതെ വല്ലാതെ സങ്കടപ്പെടുമ്പോ പടച്ചവനെ സഹാബത്ത് കരഞ്ഞു വന്ന് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാ
കരയുന്നത് നബിയേ? എന്തിനാണ് സങ്കടപ്പെടുന്നത് നബിയേ? റസൂലുള്ള സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാ, ഈ മാല ആരുടേതെന്നറിയോ? ഭാര്യ മരിച്ചുപോയവരെ നഷ്ടമാ, നഷ്ടമാ. ഭാര്യ മരിച്ചുപോയവരെ നഷ്ടമാ. കൈയുള്ളപ്പോൾ കൈയുടെ വിലയറിയൂല, കാലുള്ളപ്പോൾ കാലിന്റെ വിലയറിയൂല, കാതുള്ളപ്പോൾ കാതിന്റെ വിലയറിയൂല, ഭർത്താവുള്ളപ്പോൾ ഭർത്താവിന്റെ വിലയറിയൂല, ഭാര്യയുള്ളപ്പോൾ ഭാര്യയുടെ വിലയറിയൂല. ഭാര്യ മരിച്ചവരെ അത് വല്ലാത്ത നഷ്ടമാ, വല്ലാത്ത നഷ്ടമാ. ആദരവാകുന്ന പ്രവാചകൻ എന്ന പ്രിയമുള്ളവരെ പറയുകയാ, ഈ മാല ആരുടേതെന്നറിയോ? എന്റെ ഭാര്യയാകുന്ന ഖദീജയുടെ മാലയാ, എന്റെ ഭാര്യയാകുന്ന ഖദീജയുടെ മാലയാ. ഖദീജ എന്ന് പറയുന്നത് റസൂലുള്ളാഹിയുടെ എല്ലാം എല്ലാമാ. റസൂലുള്ളാഹിക്ക് സങ്കടം വരുമ്പോ, റസൂലുള്ളാഹിക്ക് വേദന വരുമ്പോ, റസൂലുള്ളാഹിക്ക് ത്യാഗങ്ങൾ വരുമ്പോ, ഖദീജ ബീവിയുടെ മടിയിൽ വന്ന് കിടക്കുമ്പോ, സമ്മിലൂനി യാ ഖദീജ, പേടിയാണ് ഖദീജ, പുതപ്പൊന്ന് മൂടിത്തരണ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള ഖദീജ ബീവിയോട് പറഞ്ഞെന്ന് പറയുമ്പോ, ഈ മാലയുണ്ടല്ലോ എന്റെ കരളാകുന്ന ഖദീജയുടെ മാലയാ. ഖദീജ ബീവി മരണപ്പെടാൻ കിടക്കുമ്പോ ഫാത്തിമയെ ചാരത്തേക്ക് വിളിക്കുകയാ. ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ, നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ ഉമ്മിച്ചയുടെ കയ്യിൽ അവസാനമായി തരാനുള്ളത് ഈ മാല മാത്രമാ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ കിടക്കുന്ന മാലയുണ്ടല്ലോ ഖദീജ ബീവി ഊരിക്കൊടുത്തുകൊണ്ട് ഫാത്തിമയുടെ കഴുത്തിലേക്ക് കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ, ഒന്നുമില്ലാത്ത സമയത്ത് സദഖ കൊടുക്കുന്നവനെ, സദഖ കൊടുക്കുന്നവനെ, സ്വർണം കൊടുക്കുന്നവരെ, അതും മദ്രസയ്ക്കാ പള്ളിക്കാ, അൽഹംദുലില്ലാഹ്, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. റസൂലുള്ള ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസനും ഹുസൈനും കരയുകയാ. വിശന്നുകൊണ്ട് മുലപ്പാല് കിട്ടാതെ ഫാത്തിമ ബീവിയുടെ മക്കള് കരയുമ്പോ റസൂലുള്ള എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമയെ ചാരത്തേക്ക് വിളിക്കുകയാ. ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ, എന്റെ പൊന്നുമക്കൾക്ക് മുലപ്പാല് കൊടുത്തില്ലേ ഫാത്തിമ? എന്റെ ഹസനും ഹുസൈനും മുലപ്പാല് കൊടുത്തില്ലേ? ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ പറഞ്ഞു, നബിയേ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. എന്റെ പ്രിയപ്പെട്ടവരെ ചോദിച്ചപ്പോ ഊരിക്കൊടുത്തെന്ന് ചരിത്രം. അല്ലാഹുവേ, സദഖ കൊടുക്കുന്നവരെ നീ കബൂലാക്കണേ റബ്ബേ, സദഖ കൊടുക്കുന്നവരെ നീ സ്വീകരിക്കണേ റബ്ബേ, സദഖ കൊടുക്കുന്നവർക്ക് നീ ഇരട്ടി പ്രതിഫലങ്ങൾ കൊടുക്കണേ റബ്ബേ. അവര് മരിക്കുമ്പോ വല്ലാഹി സത്യം, സുമ്മ വല്ലാഹി സത്യം, എഴുതി വെച്ചു, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. അല്ലാഹുവേ, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, സദഖ കൊടുത്തതിന്റെ പേരിൽ ഒറ്റൊരാൾ പോലും ഇത്തിഹാനയിലായിട്ടില്ല. കേട്ടോ? സദഖ കൊടുത്തതിന്റെ പേരിൽ ഒറ്റൊരാൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഇത്തിഹാനയിലായിട്ടില്ല. അതുകൊണ്ട് പറയാ, ഈ 4 കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഈമാനോടെ മരിക്കും. അല്ലാഹുവേ, നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ഭാര്യമാരും മരിച്ചവരുണ്ടെങ്കിൽ നഷ്ടമാ 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 എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. മരണം ഏത് സമയത്തും വരാം. ഞാൻ പറഞ്ഞു, എനിക്ക് 4 കൊല്ലത്തോളം എനിക്ക് ഭക്ഷണം തന്നൊരു ഉമ്മ, എന്റെ ചെലവ് വീട്ടിലെ എന്റെ ഉമ്മ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, എനിക്ക് 4 ഉമ്മമാരുണ്ടെന്ന് പറയാറുണ്ട്. 4 ഉമ്മമാരുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. എന്നോട് പലരും ചോദിച്ചാൽ, അത് ആരാ ഉസ്താദ്? ഒന്ന് എന്റെ സ്വന്തം ഉമ്മ, ബാക്കി എനിക്ക് 3 നേരം പഠിക്കണ സമയത്ത് ഭക്ഷണം തന്ന സാധുക്കളാകുന്ന ഉമ്മമാര്. അതിലൊരു ഉമ്മ ഇന്ന് ഖബറില്ല. പടച്ചവനെ, എനിക്കിന്ന് ഓർമ്മയുണ്ട്, എനിക്ക് ഭക്ഷണം തന്ന ഒരു ഉമ്മ എന്റെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ഒരു ദിവസം കാലൊന്ന് തെന്നിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ താഴെ വീണു. ബ്ലഡ് ക്ലോട്ടായി. കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്നു. എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെല്ലാവരും 2 ദിവസം ഞാനടക്കം ആശുപത്രിയുടെ വാതിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രോഗ്രാമുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കാം. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം മഗ്രിബ് കഴിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ 4ാമത്തെ മകൻ വെന്റിലേറ്ററിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, ഉസ്താദേ, ഡോക്ടർ പറഞ്ഞത് ഇനി 1/2 മണിക്കൂറും കൂടി ഉമ്മച്ചി ജീവിച്ചിരിക്കണം എന്ന് ഉസ്താദേ പറഞ്ഞേ. ഞാൻ ആ ഡോക്ടറിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എത്ര പൈസ തരാം, എന്തും തരാം, നിങ്ങൾക്ക് ഉമ്മയൊന്ന് രക്ഷിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളൊരു പണ്ഡിതനാ, നിങ്ങളോട് ഞാൻ കാര്യം പറയാം, കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ്, അതിന്റെ അപ്പുറത്ത് ഉമ്മ ജീവിച്ചിരിക്കില്ല. നിങ്ങൾക്ക് അവസാനമായി ആ ഉമ്മയുടെ ഖബറിന്റെ ചാര
ഉമ്മയുടെ ജനാസയുടെ ചാരപ്പെട്ട് എന്തെങ്കിലും ചൊല്ലിക്കൊടുക്കാനുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ ഡോക്ടർ അനുവാദം തന്നപ്പോ ഞാൻ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്തേക്ക് ചെന്നു. ഉമ്മയുടെ നെഞ്ചിലും ഉമ്മയുടെ മുഖത്തും വയറിലും കാലിലുമെല്ലാം ഓരോ വയറുകളും ഇങ്ങനെ വെന്റിലേറ്ററിന്റെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ ഉമ്മയുടെ സൈഡിൽ ഒരു ഡിജിറ്റൽ മെഷീനിൽ എന്റെ പ്രിയപ്പെട്ടവരെ 100, 90, 80, 70, 60, 50 എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓരോ അക്ഷരങ്ങളും ഇങ്ങനെ കുറഞ്ഞു. അവസാനം 0 എന്നടിച്ചപ്പോ എന്നോട് അവിടുത്തെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഉമ്മ മരിച്ചു, ഉമ്മ വിട പറഞ്ഞു. ഉസ്താദേ, ഈ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രായമുള്ള ഭർത്താവിനെ ഈ ജനാസ എന്ന് കാണിക്കണം, ഈ മയ്യത്തൊന്ന് കാണിക്കണം ഉസ്താദേ. ഞാൻ താഴത്തേക്ക് ചെന്നു. ഏകദേശം 70 വയസ്സുള്ള പാവപ്പെട്ട ഉപ്പയുടെ കയ്യിലേക്ക് ഞാൻ ഇങ്ങനെ പിടിച്ചു. നമുക്ക് ഉമ്മയൊന്ന് കാണണ്ടേ? വല്ലാത്ത പ്രതീക്ഷയോടെ ആ ഉപ്പ എന്റെ കൂടെ ഉമ്മയെ കാണാൻ വേണ്ടി സ്റ്റെപ്പ് കയറിയ സമയത്ത് മക്കള് കരയുന്നത് കണ്ടപ്പോ ഉപ്പാക്ക് മനസ്സിലായി ഭാര്യ വിട പറഞ്ഞു പോയി. എന്റെ കൈ പിടിച്ചിട്ട് ആ സാധുവായ പിതാവ് പറഞ്ഞു, ഉസ്താദേ എനിക്ക് എന്റെ ഭാര്യയുടെ ജനാസ കാണണ്ട ഉസ്താദേ, എനിക്ക് എന്റെ ഭാര്യയുടെ മയ്യത്ത് കാണണ്ട ഉസ്താദേ, എനിക്ക് സഹിക്കാൻ കഴിയില്ല ഉസ്താദേ, എനിക്ക് അവളുടെ ജനാസ കണ്ടാൽ എനിക്ക് താങ്ങാൻ കഴിയില്ല ഉസ്താദേ. ഞാൻ പറഞ്ഞു അവസാന മണിക്കൂറുകളാ, നമുക്ക് ഉമ്മയുടെ മയ്യത്ത് കണ്ടൊരു മുത്തം കൊടുക്കണം. ഞാൻ ഇങ്ങനെ വലിച്ചു പിടിച്ച് ഇങ്ങനെ ഇഴച്ചോണ്ട് ഇങ്ങനെ ഐസിന്റെ അകത്തോട്ട് കൊണ്ടുവന്നു. ആ ഉമ്മയുടെ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് മണിക്കൂറുകളോളം ആ പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞു. അവസാനം നേഴ്സ് വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ പിതാവിനെ ഇറക്കണം, മയ്യത്ത് പാക്ക് ചെയ്യണം, ജനാസ ഉസ്താദെ പാക്ക് ചെയ്യണം, നിങ്ങൾ ഈ വാപ്പയെ പുറത്തേക്ക് കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ വാപ്പയുടെ കൈ പിടിച്ചപ്പോ വാപ്പ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് വരുന്നില്ല. ഉസ്താദേ എനിക്ക് അവസാനമായി എന്റെ ഭാര്യയോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട് ഉസ്താദേ, എന്റെ കൈ ഒന്ന് വിടണം. ഞാൻ ഇങ്ങനെ കൈ വിട്ട് കൊടുത്തപ്പോ ആ സാധുവായ പിതാവ് അനബീസ എന്ന് പറയുന്ന ഉമ്മയുടെ കവിളത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് മുത്തം കൊടുത്തു ആദ്യമേ. എന്നിട്ട് പറഞ്ഞു, അനബീസ നീ എന്റെ കൂടെ ഇത്ര വർഷം നീ ജീവിച്ചവളാ, ഇത്ര കൊല്ലം നീ ജീവിച്ചവളാ, നീ അൽഹംദുലില്ലാഹ് എനിക്ക് 6 മക്കളെ തന്നു, എനിക്ക് സന്തോഷമാ. അൽഹംദുലില്ലാഹ് എനിക്ക് 6 മക്കളെ തന്നു, അവർ നീ നോക്കി, എനിക്ക് സന്തോഷമാ. ഞാൻ കടലിൽ പോയി മീൻ പിടിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയാ, എനിക്ക് സന്തോഷം വന്നപ്പോഴും സങ്കടം വന്നപ്പോഴും നീ എന്റെ കൂടെ ജീവിച്ചവളാ. നബീസ നീ എന്റെ ചാരത്ത് നിന്ന് വിട പറയാ, എന്നെ ഒറ്റക്കാക്കിയിട്ട് നീ ഖബറിന്റെ അകത്തേക്ക് പോവാ, എനിക്ക് നിന്നെ പിരിയാന് കഴിയൂല, എനിക്ക് നിന്നെ പിരിയാന് കഴിയൂല, എനിക്ക് നാളെ സ്വർഗത്തിൽ നിന്നെ എനിക്ക് ഇണയായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നെറ്റിത്തടത്തിലും കവിളത്തും ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ജനാസയിൽ മുത്തം കൊടുത്തിട്ട് ആ പിതാവ് പറയാം, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. എന്നിട്ട് ഐസിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്റെ ചെവിയിൽ വന്നിട്ട് കരഞ്ഞിട്ട് പറയാം, ഉസ്താദേ വിട പറയുമെന്ന് ഞാൻ കരുതിയില്ല ഉസ്താദേ, വിട പറയുമെന്ന് ഞാൻ കരുതിയില്ല ഉസ്താദേ, എന്റെ ഭാര്യ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലേ ഉസ്താദേ. എന്ന സാധുവായ പിതാവ് പറയുമ്പോ ഇന്നത്തെ രാത്രി വിട പറഞ്ഞു പോയാൽ എന്തുണ്ട്? നമ്മൾ മരിച്ചെന്ന് നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് മിനാരത്തിലൂടെ വിളിച്ചു പറയും. ആശിഖ് ദാരിമി ഇന്നലെ വഅദ് പറഞ്ഞ ആശിഖ് ദാരിമി വീട്ടിലെത്തിയിട്ടില്ല, വണ്ടി അപകടത്തിൽ മരണപ്പെട്ടെന്ന് ചിലപ്പോ വിളിച്ചു പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ജനാസ, നിങ്ങളുടെ ജനാസ വീട്ടിൽ കൊണ്ടുവരും. അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന നമ്മുടെ ജനാസ കുളിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, കഫം പുടവയിൽ പൊതിയും അത്തറതേക്കും വീടിന്റെ വാതിക്കൽ കൊണ്ടുവെക്കും. അവസാനം പള്ളിയിലെ ഖത്തീബ് അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ആ സമയത്ത് ഒരു പെണ്ണിന്റെ അലർച്ച എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്ത് നിന്ന് കേൾക്കാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും നിലവിളിച്ചിട്ട് പറയും, എന്റെ ഇക്ക എന്റെ ജീവിതത്തിലെ എല്ലാം എന്റെ ഇക്കാക്ക് എനിക്ക് അവസാനമായിട്ട് എനിക്കൊരു മുത്തം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മുത്തം തന്നിട്ട് നമ്മളെ പള്ളിക്കാട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടത്തിവിടും. നമ്മൾ കരയും, നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഏങ്ങലടിക്കും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മെടക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ചിതളും പുഴുക്കളുമുള്ള ഖബറിൽ ഞാനും നിങ്ങളും കിടക്കുമ്പോ ഒരാളും നിന്റെ ഖബറിലേക്ക് വരില്ല. പക്ഷേ നിന്റെ ഖബറിൽ ഒരു പ്രകാശം ഉണ്ടാകും. നിന്റെ ഖബറിൽ ഉമ്മ എഴുതി വെച്ച ഒരു പ്രകാശം ഉണ്ടാകും. ഞാനും നിങ്ങളും അല്ലാഹുവോട് കരഞ്ഞിട്ട് ചോദിക്കും, റബ്ബേ ഞാന് പോഴുവഴിയിൽ ഒരുപാട് നന്മകളൊന്നും ചെയ്തില്ല റബ്ബേ, എന്റെ ഖബറിൽ ഇത്രയും പ്രകാശം വരാനുള്ള കാരണം എന്താ പടച്ചവനെ?